Good afternoon. Good afternoon, Good miss. afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. Good afternoon, ma'am. Afternoon. Yes, good afternoon to all. Please, we can start a prayer. ഞാനാ മിസ്സേ ജിനു തുടങ്ങട്ടെ. പറഞ്ഞോളൂ. കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസ്തെ നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ട് പോകുവാനിന്റെ തിരിയൊന്നു കൊടുത്തേണമേ. കാണയവയ്ക്കെല്ലാം പിന്നിൽ പൊരുളായി കാണപ്പെടാതിരിക്കുന്നവോനെ, ഞാനൊരു മന്ദിരി മാത്രമാണെങ്കിലും നൂന്യമാമവിടുത്തെ സൃഷ്ടിയല്ലോ. കഴിഞ്ഞു. Thought of the ഞാനാണ് മാം. Yes, please. Never stop studying because studies are gifts. Such an investment life will keep giving returns. Thank you, ma'am. സൈൻ ഇൻ ഞാൻ മാം ഐശ്വര്യ. ഞാൻ ഇവിടെ പാടാൻ പോകുന്ന ഒരു കുഞ്ഞു പാട്ടാ, എണ്ണൽ പാട്ടാണ്. കുന്നിമുകളിൽ പൂരം പാട്ടിന്റെ പേര്. ഒന്നേ ഒന്നേ കുന്നിമുകളെ വന്നു നല്ലൊരു പൂരം നാൾ, രണ്ടേ രണ്ടേ വണ്ടുകർ മെല്ലെ ചെണ്ടുകർ തോറും പാറി വരും, മൂന്നേ മൂന്നേ മുയലച്ചന്മാർ മൂവരും ഒന്നായി ചാടി വരും, നാലേ നാലേ പീലികൾ വീശി മയിലുകൾ നാലും മൂടി വരും, അഞ്ചേ അഞ്ചേ സെഞ്ചിയുമായി കുഞ്ചു കരടി ചിരിച്ചു വരും, ആറേ ആറേ ആറുകൾ താണ്ടി താറാക്കൂട്ടം നീന്തി വരും, ഏഴേ ഏഴേ മഴമുകിൽ കണ്ട് വേഴമ്പലുകർ പാറി വരും, എട്ടേ എട്ടേ കൊട്ടിക്കൊണ്ട് കിട്ടുക്കടുവയും ഒന്നു വരും, ഒമ്പതേ ഒമ്പതേ തുമ്പികളാട്ടി കൊമ്പന്മാരും കൂടെ വരും, പത്തേ പത്തേ തത്തകളെത്തും തിത്തോം തത്തോം പൊടിപൂരം. താങ്ക് യു മാം. Very nice. മാം ഒരു ചെറിയ സ്പീച്ച് ഉണ്ട്, ഇന്ന് റീഡിംഗ് ഡേ അല്ലേ? Yes, please. Very good. Thank you. Good morning, everyone. Today we are celebrate Reading Day in memory of P.N. Panikkar, the father of liberty movement in Kerala. He believed that reading is foundation of a strong, progressive society. Reading helps to gain knowledge, improve our think, and develop better understanding in the world. Just a few minutes of read every day can change the way we think and live. Let us remind P.N. Panikkar's message. Read and grow. Let us make a read daily habit and encourage others to do the same. Thank you. Okay. So, മഴയൊക്കെ ആയിരിക്കും അല്ലേ? കുറെ പേര് ജോയിൻ ആയിട്ടുണ്ടല്ലോ. ഓക്കെ ഫൈൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? എന്ത് ആക്ടിവിറ്റീസ് ആയിരുന്നു? Cutting numbers, spelling cards, picture cards. ഓ, വീലിന്റെ കാര്യം നിങ്ങളോടാണ് ഞാൻ പറഞ്ഞേ. വീല് വന്നു. യെസ്, അശ്വതി മിസ്സിനോട് ഞാൻ പറയാൻ വിട്ടുപോയി. അന്നേരം മിസ്സിനോട് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, മാമിന്റെ ക്ലാസ്സിന് എന്നാ? അശ്വതി മിസ് പറഞ്ഞേക്കാം. ഓക്കെ, സോ ഞാൻ പറയാൻ വന്നത് ആക്ടിവിറ്റീസ് തരുമ്പോ തന്നെ അത് അധികം വൈകാതെ ആ വീക്കെൻഡിലെ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും ചെയ്യാൻ നോക്കണം. കാരണം ചിലപ്പോ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ഇൻ ബിറ്റ്വീൻ ലൈക്ക് പാർട്ട് 3 ആകുമ്പോഴേക്കും ചിലപ്പോ പ്രാക്ടിക്കൽ സെഷൻ വെക്കാൻ ചാൻസ് ഉണ്ട്. അതാകുമ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സ്കൂളുകളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ കുറെ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ചിലപ്പോ ആ ഒരു രീതിയിൽ പോകുമ്പോഴേക്കും അതെല്ലാം കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ എളുപ്പമാണല്ലോ. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അതെല്ലാം കൊണ്ടുപോകാലോ. അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. ദിവസം ഒരു 30 മിനിറ്റ്സ് ഒന്ന് സ്പെയർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ്സിൽ ഒരു 1 hour സ്പെയർ ചെയ്താൽ, എല്ലാ ദിവസവും
സമയം കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ ഒരു വീക്കെൻഡ്സിൽ ഒരു 1 hour വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ആയിട്ട് ചെയ്യും. കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവർ ആ ഡിജിറ്റൽ വേൾഡിൽ നിന്നൊക്കെ മാറി നിൽക്കും അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ. സ്കൂള് തുറന്നു അവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും നമ്മൾ ക്ലാസ് എവിടെ വരെ? Different types of wellness, climate wellness, types of wellness. ടൈപ്സ് ഓഫ് വെൽനെസ് അത് കഴിഞ്ഞോ അതോ തുടങ്ങിയിട്ടേ ഉള്ളോ? ഇല്ല, ക്ലൈമറ്റ് വെൽനെസ് വരെ 12 എണ്ണം പറഞ്ഞു നിർത്തി. വെൽനെസ് ഏകദേശം കഴിഞ്ഞു. ക്ലൈമറ്റ് വെൽനെസ് വരെയും പറഞ്ഞു. അതുവരെ ഉള്ളൂ. ആക്ച്വലി നമുക്ക് ക്ലൈമറ്റ് വെൽനെസ്സിൽ റിസർച്ച് നടക്കുവാണ്. റിസർച്ച് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് വെൽനെസ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല അല്ലെ? അത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്കപ്പോ സെക്കൻഡ് യൂണിറ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇല്ല മിസ്സേ. ഇല്ല. യെസ്, അത് തന്നെ എടുക്കാം. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റില് ഹെൽത്ത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത് നിയർലി അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയല്ല. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് ട്രയാങ്കിൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അവർ പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഹെൽത്തിന്റെ ബാലൻസ് ആണ്. ആ ട്രയാങ്കിളുടെ 3 ഭാഗമാണ് ഈ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഇതിന്റെ മൂന്നും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഫിസിക്കൽ ഹെൽത്ത് നമുക്കറിയാം, നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുവാണെങ്കിൽ, നമ്മളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ നമ്മൾ ഹെൽത്തി ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ച് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടുന്ന ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. എക്സസൈസസ് നമ്മുടെ ഹെൽത്തിനും ഏജിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫിസിക്കലി ഫിറ്റ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം പ്രധാനമാണെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോ ഫിസിക്കൽ ഹെൽത്തിന്റെ ആ ഒരു ഇതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നാണെങ്കിൽ, മെന്റൽ ഹെൽത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ്, പോസിറ്റീവ് ന്യൂട്രിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ലവ്, കെയർ, എംപതി, അഫെക്ഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പോസിറ്റീവ്. അല്ലാണ്ട് ഷൗട്ടിങ്, ആങ്കർ, ജലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഈ പോസിറ്റീവ് ന്യൂട്രിയൻസ് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനും ആരോഗ്യം കിട്ടും. സോഷ്യൽ ഹെൽത്ത്, നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, ഹൗ വി ബിഹേവ് ടു അതർ പീപ്പിൾ, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറും. അതിന്റെ അർത്ഥം നമ്മളെ വന്ന് നിന്ന് വളരെയധികം ഹറാസ് ചെയ്യുന്നു, നമ്മളെ ചീത്ത വിളിക്കുന്നു എന്നൊന്നും മിണ്ടാതെ സഹിക്കുക എന്നുള്ളതല്ല. പറ്റിയാൽ ആ ഒരു ഏരിയയിൽ നിന്ന് മാറിപ്പോകും. നമ്മളുടെ റെസ്പോൺസ് ആണ് നല്ലത്. നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകും. ഐ ഡോണ്ട് വാണ്ട് ടു റിയാക്ട്, ആ ഒരു രീതിയിൽ നമുക്ക് ഫീൽ വരും. ചില ഏരിയയിൽ നമുക്ക് പറയണം, ചില ആളുകളോട് നമ്മൾക്ക് തിരിച്ച് പറയണം എന്ന് നമുക്ക് തോന്നും. അപ്പൊ അവര് കൂളാകുമ്പോൾ വി ക്യാൻ ടോക്ക് ടു ദം. പക്ഷെ ഓൾറെഡി ഡാമേജ് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ ഭയങ്കരമായിട്ട് വൂണ്ട്, നമ്മൾ മുറിവേക്കും അല്ലെ, നമ്മുടെ മനസ്സിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. അതിന് മാറ്റാനൊന്നും പറ്റില്ല. പറഞ്ഞ ആൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനമായി. പക്ഷെ കേട്ട ആൾക്ക് ഡാമേജ് അവിടെ കിടക്കുക. അതൊക്കെ ഓർത്ത് വേണം നമ്മൾ പലപ്പോഴും നമ്മുടെ വാക്കും പ്രവൃത്തിയും ഉപയോഗിക്കാൻ. അത് മെന്റൽ ഹെൽത്തിനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് വരുന്ന സ്ട്രെസ്സുകളെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക. അതും നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ്. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ലൈഫിൽ ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺസ് ആണ്, എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് എന്തായിരിക്കും? സോഷ്യൽ ഹെൽത്ത്. നമ്മൾ എങ്ങനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യും, എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു ആളുകളുമായിട്ട്. ഡിപ്പെൻസ്, ഓരോ വ്യക്തി അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. സോഷ്യൽ ഇന്ററാക്ഷൻ വാട്ട് എവർ ഇറ്റ് ബി, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആ സൊസൈറ്റിക്ക് ആക്സെപ്റ്റബിൾ ആയ പല കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ആ സൊസൈറ്റിയുടെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സൊസൈറ്റി കുറച്ച് ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു റെസിഡൻസ് ഏരിയയിലാണ് നമ്മൾ എന്ന് വിചാരിക്കുക. രാത്രിയാകുമ്പോൾ ഭയങ്കര ശബ്ദത്തില് പാട്ട് വെക്കുക, അങ്ങനോ ഉറക്ക ബഹളം ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ജീവിക്കുക. പിന്നെ അവിടെ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ അതിൽ പാർട്ടിസിപ്പന്റ് ആകുക. നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്താന്ന് വെച്ചാൽ ചെയ്യുക, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക.
നമുക്കറിയാം നമ്മൾ മദർ നേച്ചറിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ റിസോഴ്സസ് മുഴുവൻ എടുക്കുന്നുണ്ട് അല്ലെ. ഫുഡ് ഐറ്റംസ് ആയിട്ടും വാട്ടർ റിസോഴ്സസ് ആയിട്ടും എല്ലാം എടുക്കുന്നു, വീട് കെട്ടി താമസിക്കുന്നു, എല്ലാം ഉപയോഗിക്കുന്നു. ബട്ട് നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ തിരിച്ച് ആ മദർ നേച്ചറിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, അത് തന്നെയാണ് സോഷ്യൽ ആക്ച്വലൈസേഷൻ, സോഷ്യൽ കോഹിറൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് സോഷ്യൽ ഹെൽത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ററാക്ഷൻ വിത്ത് അതർ പീപ്പിൾ, ഹൗ വി മാനേജ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആവുന്ന പേഴ്സൺ ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ ഫൈൻ. ഇത്രയുമായിരുന്നു നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫിസിക്കൽ, അതായത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതായത് ശരീരത്തിന്റെ ആരോഗ്യം, ഹൈജീൻ. നമുക്ക് ആരോഗ്യം എന്നുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ അങ്ങനെയല്ലേ, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്കൊരു മാർഗം വേണമല്ലേ, അതിലേക്കുള്ള മീൻസ് വേ, ആ ഒരു മാർഗമാണ് ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ ചെറുപ്പം തുടങ്ങി കുഞ്ഞുങ്ങളില് നല്ല ഹൈജീൻ, നല്ല ഹാബിറ്റ്സ് അവരിൽ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. ചെറുപ്പം തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തോ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കുന്നില്ല, ആ ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എടുത്തില്ല? ഇല്ല. ആണോ? സ്കിപ്പ് ചെയ്ത് പോയായിരുന്നു. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്തുള്ള ഒരു ഭാഗമില്ലേ? ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതും കൂടെ ഉണ്ടല്ലേ ആ ടോപ്പിക്കിൽ. യെസ്. എനിവൺ നോ എനിത്തിങ് അബൌട്ട് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്? ഫിസിക്കൽ ഫിറ്റ്നസിനെ മെയിൻ ആയിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെൽത്ത് റിലേറ്റഡും ഒന്ന് മോട്ടോർ റിലേറ്റഡും. എന്താ ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാട്ടോ. ഫിസിക്കൽ ഫിറ്റ്നസിനെ മെയിൻ ആയിട്ടും രണ്ട് ഏരിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഡിപ്പെൻഡിങ് ഓൺ 2 areas, ഹെൽത്ത് റിലേറ്റഡ് ആൻഡ് മോട്ടോർ റിലേറ്റഡ്. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആരോഗ്യപരമായ കാര്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക, പോഷക അടങ്ങിയ ഫുഡുകൾ കൊടുക്കുക, ഹൈജീൻ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക ഹൈജീന്റെ കാര്യങ്ങൾ, പിന്നെ കൈകൾ എപ്പോഴും വാഷ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഹെൽത്ത് റിലേറ്റഡ് വരുന്നത്. പിന്നെ ഫുഡ് ഐറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എന്താ മോട്ടോർ റിലേറ്റഡ്? എക്സസൈസസ് ആണോ ഉദ്ദേശിക്കുന്നത്? മൂവ്മെന്റ് അല്ലെ, ബോഡിയുടെ മൂവ്മെന്റ്, എക്സസൈസസ്, മൂവ്മെന്റ്, അതാണ് മോട്ടോർ റിലേറ്റഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഒട്ടും അനങ്ങാൻ വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾ ഹെൽത്ത് ആണെന്ന് നമ്മൾ പറയില്ല അല്ലെ. ആളുടെ ആരോഗ്യാവസ്ഥ മോശമാണെന്ന് നമ്മൾ പറയൂ. അപ്പോ നമ്മളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മീൻസ് ഫിസിക്കലി ഒരാൾ ഫിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽത്തും റിലേറ്റഡും ആയിരിക്കണം, അയാളുടെ മൂവ്മെന്റും റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, നമുക്കറിയാം കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണല്ലേ. അവർക്ക് ആരെങ്കിലും സഹായമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. തല പോലും ഉറച്ചിട്ടുണ്ടാവില്ല. അവിടെയും ഒരു സപ്പോർട്ട് കൊടുത്താണ് കുറെ നാൾ അവർ കഴിയുന്നത്. അത് കഴിയുമ്പോഴാണ് പതുക്കെ തല ഉറക്കിയത്. എന്നാലും ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവരുടെ നോട്ടം കറക്റ്റ് ആകാനും സമയമെടുക്കും. ഭക്ഷണം കഴിക്കാനും ഹെൽപ്പ് വേണം, കുളിപ്പിക്കാൻ ഹെൽപ്പ് വേണം, ഉറക്കാൻ ഹെൽപ്പല്ല, ചെയ്യണം. ഒരാൾ ഫുൾ ചെയ്തു കൊടുക്കണം. തന്നെത്താനെ കുട്ടി ആയിട്ടില്ല അത് അല്ലെ. പക്ഷെ അനിമൽ ബേബീസിനെ നോക്കൂ, പശുക്കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ പശുക്കുട്ടിക്ക് എന്താ പറ്റുന്നത്? എനിക്ക് നടക്കും. വെച്ചൊക്കെ ആവും. പിന്നെ അങ്ങ് ഓട്ടമായിരിക്കും അല്ലെ. പിന്നെ പാല് കുടിക്കാനൊന്നും ആരും പഠിപ്പിച്ചും വെച്ചു കൊടുക്കൊന്നും വേണ്ട, തന്നെ പോയി കുടിച്ചോളൂ. അതുപോലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗയിലെ കോണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അതും എടുത്തില്ലാന്ന് തോന്നുന്നു ഞാൻ, എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്ക് പറ്റിയ മിസ്റ്റേക്കാ. വെൽനസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ധാരണ ഞാൻ ഏറ്റവും ലാസ്റ്റ് വെൽനസ് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് വിചാരിച്ചാൽ ഞാൻ ആ യൂണിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചേ. ഐ എം വെരി സോറി. ഓക്കെ, സോ
യെസ് പറഞ്ഞുകൊണ്ട് നിന്ന് അപ്പം ഏറ്റവും വലിയ ഒരു ലാൻഡിലെ അനിമലായ ആനയുടെ കുട്ടി വരെയും അല്ലെ ജനിച്ച ഉടനെ തന്നെ അതും കാര്യങ്ങൾ തന്നെത്താനെ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, പക്ഷെ മനുഷ്യക്കുട്ടി മാത്രം എത്രയോ നാള് കഴിയുമ്പോഴാണ് എല്ലാം ഒന്നും തന്നെത്താനെ ചെയ്തു തുടങ്ങില്ല. ഒരുവിധം പ്രായമാകുന്നവരെയും ആരുടെയെങ്കിലും ഒരു സഹായം ആൾക്ക് വേണം. പക്ഷെ 1 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നതിന്റെ ഒരു സയൻസ് ഒക്കെ കാണിക്കും. ഞാൻ ചെയ്യാം വേറൊരാൾ ചെയ്തു കൊടുക്കുന്നവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. ഭക്ഷണം കഴിയുന്നത് ഞാൻ ചെയ്യാം, കുറെ നിലത്ത് പോവും, കുറെ പൂച്ചയ്ക്ക് കൊടുക്കും, കുറച്ച് കാക്കിക്ക് കൊടുക്കും, കുറച്ച് അവരുടെ ഭാഗത്ത് പോവും. അങ്ങനെയൊക്കെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നതല്ലേ. പിന്നെ നടക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂ ഇടുന്ന ലെഫ്റ്റും റൈറ്റും തിരിച്ചു വരയ്ക്കും. അവരെ സംബന്ധിച്ച് അതാ കറക്റ്റ്. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ ഒട്ടും സമ്മതിക്കില്ല. അത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു സൈനാണ്. അവർ ഇൻഡിപെൻഡന്റ് ആകുന്നതിന്റെ ഒരു സൈനാണ് ആ കാണുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് നമുക്ക് വരുന്നത്. ഇല്ല മാം, കണ്ടൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആ പോയിന്റ് തൊട്ട് പറഞ്ഞില്ല കേട്ടോ. ആണോ? നമുക്ക് ഫസ്റ്റ് പേജിൽ വെൽനെസ് വരെ മാം പറഞ്ഞിട്ട് വെൽനെസിന്റെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തന്നായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നെ നമ്മൾ ആക്ടിവിറ്റി വെൽനസ് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഈ ടോപ്പിക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വെൽനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ചാപ്റ്ററിന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇതെടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ 13 നിങ്ങൾ 14 അല്ലേ, MT 13 ഇത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഏതൊക്കെയോ ബാച്ചിൽ ഇത് കഴിഞ്ഞ് ആ ഒരു ഓർമ്മയില് വെൽനസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ വിചാരം ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ്, സാധാരണ ഒരു യൂണിറ്റ് കഴിയുമ്പോഴാണ് എക്സ്ട്രാ ഉള്ള ടോപ്പിക് എന്തെങ്കിലും ആഡ് ചെയ്ത് പറയാറ്. അത് വെൽനസിന്റെ ടോപ്പിക്കിന്റെ ഒപ്പം തന്നെ പറഞ്ഞത് ഞാൻ ഓർത്തില്ല. ഓക്കെ, സിമ്പിൾ ടോപ്പിക്കാ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഞാൻ എടുക്കണം എന്ന് തന്നെ ഇല്ല. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ക്ലാസ് ലീഡ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ എടുത്തു പോകാം. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാണ്. ശരിക്കും ഞാൻ ഗൈഡ് ചെയ്യുള്ളൂ, ബാക്കി മുഴുവൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. പക്ഷെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങി ഞാൻ അങ്ങനെ ചെയ്യിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഫീൽ ലൈക്ക് ഇത് എന്ത് ക്ലാസ് ആണെന്ന് വിചാരിക്കും. അല്ലെ, ഇതുവരെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. നമ്മൾ തന്നെ പോയി കണ്ടുപിടിച്ചത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. കുറെയൊക്കെ ഇനി നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്, താനേ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ തരും. ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറുവാണെങ്കിൽ ക്ലാസ് നിങ്ങൾ ലീഡ് ചെയ്യണം, നിങ്ങൾ തുടങ്ങണം. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മാം. അങ്ങനെയായിരുന്നു മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ റൗണ്ടിലായിരിക്കുക കേട്ടോ. ജസ്റ്റ് വരും ക്ലാസ് ഇതുപോലെ പ്രെയർ, തോട്ട് ഓഫ് ദ ഡേ, സൈനിങ് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഷെയറിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും റൗണ്ടിലിരിക്കും. മാം ജസ്റ്റ് വന്നിരിക്കും, ടോപ്പിക് ഇതാണ്, സ്റ്റാർട്ട് ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ആള് പോയി ആളുടെ സീറ്റിൽ പോയിരിക്കും. നമ്മൾ ക്ലാസ് എടുക്കും. അത് ചില ദിവസം ആള് വരില്ല. താക്കൂർ ഇന്ന സ്ഥലത്തുണ്ട്, കീ എടുക്കുക, ക്ലാസ് റൂം തുറക്കുക, അകത്ത് കയറി നിങ്ങൾ ക്ലാസ് കണ്ടക്ട് ചെയ്തോളുക. നിങ്ങൾക്ക് ഫുൾ ഡേ ആണ് കേട്ടോ, 1 hour അല്ല. മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെയും ഞങ്ങളായിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു. മോണ്ടിസോറി മെത്തേഡ് അതാണ്, സെൽഫ് ആണ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറെ ബുക്കിലെ കുറെ കാര്യങ്ങളോ PDF-ലെ കുറെ കാര്യങ്ങൾ അങ്ങ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മളുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ശരിക്കും. ഷെയറിങ് വിത്ത് അതേഴ്സ്, അതും അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് പോയിന്റ്, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യൂ. ഞാൻ വായിക്കാം മാം. Strength, a health-related component of physical fitness that relates to the capacity of the muscle to exert force. ഓക്കെ, സോ സ്ട്രെങ്ത് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ്. ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരാൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്, അല്ലെ? സ്ട്രെങ്ത്, നമ്മളുടെ മസിൽസിന് ആവശ്യത്തിനുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് സ്ട്രെങ്ത്. നല്ല സ്ട്രെങ്ത് ആണ്, നല്ല സ്ട്രോങ് ആണ് അയാൾ എന്ന് നമ്മൾ പറയില്ലേ ചില ആളുകളുടെ ചില ആക്ടിവിറ്റീസ് കാണുമ്പോൾ. കാരണം ഒരു ക്ഷീണമില്ലാതെ അവർ ആ കാര്യം ചെയ്യുന്നു. അവരുടെ മസിൽസിന് മാക്സിമം ഇപ്പൊ ഒരു 2-3 ആളുകൾ നിൽക്കുന്നു, ഒരു നല്ല വെയിറ്റ് ഉള്ള ഒരു ബാഗ് ഒരാൾ എടുക്കാൻ നോക്കി പറ്റിയില്ല, നെക്സ്റ്റ് ആൾ എടുക്കാൻ നോക്കി പറ്റിയില്ല, വേറൊരാൾ ചെയ്തപ്പോഴേക്കും ആ ബാഗ് അയാൾക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റി, ഹോൾഡ് ചെയ്യാൻ പറ്റി, കുറെ സമയം തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റി. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്താ പറയാ, അയാൾക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ്.
ഹീസ് വെരി സ്ട്രോങ്. അയാളുടെ മസിൽസിന് അത്രയും ഫോഴ്സ്, ആ ഒരു കപ്പാസിറ്റി കിട്ടി, ആ ഒരു ബാഗ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ട് അയാൾക്ക്. സോ അത്രയും ഫോഴ്സ് അയാൾക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ പറയും അല്ലെ. നെക്സ്റ്റ് വൺ എൻഡുറൻസ്. ആരാ റീഡ് ചെയ്യാം? യെസ് പ്ലീസ്, ആരെങ്കിലും വായിക്കൂ. വായിച്ചോ ഞാൻ അടുത്തത് വായിച്ചോളാം. ഓക്കെ പ്ലീസ്. എൻഡുറൻസ്. ആരുമില്ല ഇപ്പൊ വായിക്കാൻ. Endurance, a health-related component of physical fitness that relates to the muscle's ability to continue to perform without weakness. ഓക്കെ, എൻഡുറൻസ് നമ്മൾ പറയില്ലേ, സ്റ്റാമിന, ഭയങ്കര പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ക്ഷീണമില്ലാതെ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി അല്ലെ, അതാണ് എൻഡുറൻസ്. മസിൽസിന് അതിനനുസരിച്ച് ഫോഴ്സ്. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ച് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കും. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ലേബർ വർക്ക് ഒക്കെ ചെയ്യുന്നവര് പാടത്തും പറമ്പിലും റോഡിലും ഒക്കെ ചില ജോലികൾ, ലേബർ വർക്കേഴ്സ്, അവര് കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് വരെ ഇങ്ങനെ പണിയെടുക്കുവാണല്ലേ. അവർക്ക് ആ ഒരു സ്റ്റാമിനയാണ്, ആ ഒരു വർക്ക് വിത്തൗട്ട് വീക്ക്നെസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അവരുടെ മസിൽസിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് എൻഡ്യൂറൻസ്. ഓക്കെ, നമ്മൾ സ്റ്റാമിന എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി. Flexibility, a health-related content of physical strength that relates to the range of motion available at a job. സോ ഫ്ലെക്സിബിലിറ്റി, നമ്മളുടെ മൂവ്മെന്റ് നമ്മൾ പറയില്ലേ, ചിലര് ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആ ബോഡി. ഒരേ ഡാൻസ് തന്നെ രണ്ടുപേര് ചെയ്യുമ്പോൾ ആ ഒരു ചിലരുടെ ചെയ്യുന്ന കാണാൻ നല്ല രസമായിരിക്കും. കാരണം ആ ഒരേ സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അവരുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് ആ ഓരോ ഇതിനനുസരിച്ചും ബോഡി മൂവ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആണ് നമ്മൾ പറയും. ഇത് അത്ലറ്റിക്സ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവര് ഭയങ്കര രസമാണ് അവരുടെ ബോഡിയുടെ മൂവ്മെന്റ് കാണാനായിട്ട്. സോ ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി. ആ ഒരു മൂവ്മെന്റ് ഏത് ജോബിനാണോ ആവശ്യത്തിനുള്ള മൂവ്മെന്റ് വേണ്ടത്, അതിനനുസരിച്ച് ആ മൂവ്മെന്റിന്റെ മാറ്റം, റേഞ്ച്, ആ റേറ്റ് ഓഫ് മൂവ്മെന്റ്, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പീഡ്. മാഡം, Speed a skill component of physical strength that is related to the capacity to perform a movement within a short period of time. ഓക്കെ, സോ സ്പീഡ്. നമുക്കറിയാം ഇപ്പൊ പി ടി ഉഷ ഞാനും കൂടെ ഓടാനായിട്ട് നിൽക്കുമ്പോ പി ടി ഉഷ എന്തായാലും ഫിനിഷിംഗ് പോയിന്റ് വിത്തിൻ ടൈം എത്തും അല്ലേ. പക്ഷെ അത് അവരുടെ ഒരു സ്ട്രെങ്ത് ആണ്. അവരുടെ ആ മൂവ്മെന്റ് ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റുന്നു. ദാറ്റ് ഇസ് സ്പീഡ്. സ്പീഡ് എല്ലാവർക്കും പല രീതിയിലായിരിക്കും, പല രീതിയിലായിരിക്കും സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കപ്പാസിറ്റിയാണ് പെട്ടെന്ന് തന്നെ ആ മൂവ്മെന്റ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഈ ഒരു ടാസ്ക് പെർഫോം. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്, 2 സിങ്കിലും ഒരുപോലെ പാത്രങ്ങൾ കഴുകാൻ, 2 പേരെ കോമ്പറ്റീഷൻ പോലെ വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പം നല്ല നീറ്റ് ആയിട്ട് ചെയ്യുകയും വേണം. ഒരാള് കഴുകി അടുത്ത ആള് കഴുകാൻ ലേറ്റ് ആയി, കുറച്ചുകൂടെ ടൈം എടുത്തു. ദാറ്റ് മീൻസ് നമ്മൾ പറയും ആദ്യത്തെ ആൾക്കാണ് സ്പീഡ് കൂടുതൽ. അപ്പൊ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് പെർഫോം ചെയ്യാനായിട്ട് പറ്റണം. അതാണ് മൂവ്മെന്റ്. ഒരു മൂവ്മെന്റ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കപ്പാസിറ്റി, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് ഒരാളെ നമ്മൾ പറയുമ്പോൾ അയാൾക്ക് വരുന്ന ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും ക്വാളിറ്റി. ചിലർക്ക് സ്പീഡ് കൂടുതലായിരിക്കും, ചിലർക്ക് സ്റ്റാമിന ആയിരിക്കും. ഈവൻ സ്പീഡ് അല്പം കുറവാണെങ്കിൽ അവർക്ക് ആ വീക്ക്നെസ് ഒന്നുമില്ല, അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, സ്റ്റാമിന ആയിരിക്കും. ചിലർക്ക് സ്ട്രെങ്ത് ആയിരിക്കും അല്ലെ, വെയിറ്റ് എടുക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കും. ചിലരുടെ ഫ്ലെക്സിബിൾ ആയിരിക്കും പലപ്പോഴും.
ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പെട്ടെന്ന് മൂവ് ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അറ്റ് എ ടൈം നമ്മൾ കുക്ക് ചെയ്യുന്നു, തൊട്ടടുത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ തുണികൾ ഇടുന്നു, അങ്ങനെ ഇങ്ങനെ ആ നമ്മുടെ ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ഇതെല്ലാം കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും ഒരേ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മോർ ഫ്ലെക്സിബിൾ ആയി മാറും അല്ലേ. നെക്സ്റ്റ് എജിലിറ്റി. Right. Yes, please. Thank you. Ma'am. A skill-related agility, a skill-related component of physical fitness that relates to the rapidly changing the position of the entire body in a space with speed and efficiency. Agility പറഞ്ഞപ്പോ എനിക്ക് ഡാൻസ് പെർഫോമേഴ്സിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പൊ ശോഭനയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല എന്താ ഭംഗി, ആ ഒരു ഗ്രേസ്, നല്ല ഗ്രേസ് എന്ന് പറയില്ലേ. ഓക്കെ, നല്ല ഗ്രേസ് ആണ്. അതായത് പെട്ടെന്നാണ് അവരുടെ ബോഡിയുടെ മൂവ്മെന്റ് ഒരു പൊസിഷനിൽ നിന്നും പെട്ടെന്ന് തന്നെ സ്പീഡിനനുസരിച്ചും എഫിഷ്യന്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചില മാളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഐസ്ക്രീം സെല്ലർ, അവരൊരു പ്രത്യേക രീതിയിൽ ഐസ്ക്രീം കൊടുക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. പിന്നെ ഈ നമ്മള് ഫിഷ് ഒക്കെ വാങ്ങാനായി പോകുന്നവർക്കറിയാം, ഈ ചില ആളുകള് ഫിഷ് കട്ട് ചെയ്യുന്നത് അങ്ങനെ കാണാം. പിന്നെ ചിലരിങ്ങനെ വഴിയിൽ നിന്ന് എന്തെങ്കിലും സെയിൽ ചെയ്യുന്നവര് അവരുടേതായ യുണീക്ക് വേയില് ചില ടോണില് പാട്ട് പോലെയൊക്കെ കാര്യങ്ങൾ സെല് ചെയ്യും. ഇപ്പൊ നമ്മള് വേണ്ടാന്ന് വെച്ചാലും നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കും അല്ലെ. ആ ഒരു ഗ്രേസ്ഫുൾനെസ് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം. നൈപുണ്യം, യെസ്, ആ ഒരു എജിലിറ്റി, ഗ്രേസ്ഫുൾനെസ് എന്ന് പറയുന്നത് എൻറ്റയർ ബോഡി സ്പീഡിനും എഫിഷ്യന്റുമായിട്ടും ആ ഒരു പൊസിഷൻ ചേഞ്ച് എല്ലാം പറ്റുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡാൻസ് പെർഫോമൻസ് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കോർഡിനേഷൻ. Coordination, a skill related. Yes, please. Skill. യെസ്, അടുത്ത ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പൊ രണ്ടുപേരിൽ വന്ന ഒരാൾക്ക് തരാം. ഞാൻ രാജി എന്നുള്ള പേര് മാത്രമേ കണ്ടുള്ളൂ, മറ്റു പേരെ പെട്ടെന്ന് കണ്ടില്ല. എനിക്ക് കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ സ്ക്രീനിൽ, അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, വായിച്ചോളൂ. ഒരു കാര്യം ചെയ്യും, രാജി വായിക്കൂ. അടുത്ത ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അടുത്ത ആൾ വായിക്കും. Okay, ma'am. Coordination, a skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with the body parts in performing motor tasks evenly and accurately. Yes. കോർഡിനേഷൻ അല്ലെ, ബോഡിയുടെ കോർഡിനേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് നമുക്കറിയാം, കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുറേ തവണ വീടില്ലേ. പക്ഷെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? നിഷ ബിജു, ഓക്കെ, താങ്ക് യു. അപ്പോ ഈ കോർഡിനേഷൻ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ നടക്കണ സമയത്ത് അവര് ആദ്യം വെച്ച് വെച്ച് തന്നെയാണ് നടക്കണത് അല്ലെ. വീഴും, വീണ്ടും എണീക്കും, നടക്കും, വീഴും. കോർഡിനേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കുട്ടികൾ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ വീഴും, അത് കഴിഞ്ഞ് വീണ്ടും ഒരു എണീക്കും, വീണ്ടും നടക്കും, വീണ്ടും വീഴും. കുറെ കഴിയുമ്പോൾ അവരുടെ നടക്കുന്നത് അങ്ങ് സ്റ്റേബിൾ ആകും അല്ലെ. അവർക്ക് അവരുടെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു കോർഡിനേഷൻ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കോർഡിനേഷൻ അതാണ്, നമുക്ക് എന്താണോ നമ്മുടെ ആ ഒരു സ്കില്ല് അതിനെ നമുക്ക് നല്ല പോലെ ആക്യുറേറ്റ് ആയിട്ട് ഈവൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ 4 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികളെ പലരും ഈ ക്ലാസിക്കൽ ഡാൻസിന് കൊണ്ടുപോയി ചേർക്കും. ഭരതനാട്യം, കുച്ചിപ്പിടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോയി ചേർക്കും. അപ്പൊ അവിടെ ശരിക്കും കുട്ടികളുടെ കണ്ണും കൈയും കാലും ബോഡിയും എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ഇവർക്ക് നല്ലപോലെ കിട്ടുന്നതാണ് പറയുന്നത്. അത് അവരുടെ അക്കാദമിക്സിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ കൂടും. ഈ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, ബോഡിയുടെ കോർഡിനേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുവാണ്. ആ ഒരു ഇത് എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, ദാറ്റ് ഈസ് കോർഡിനേഷൻ. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കുന്നു, ഓടുമ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യുന്നു. കാരണം വീഴാതെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, നമ്മുടെ ബോഡി ബാലൻസ്
ആൻഡ് കോർഡിനേഷൻ ഉള്ളത് കൊണ്ടാണ് നടക്കുമ്പോഴും ഓടുമ്പോഴും ഒന്നും നമ്മൾ അങ്ങനെ എപ്പോഴും വീഴാത്തത്. അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും വീണുകൊണ്ടിരിക്കും. കൊച്ചുകുട്ടികളൊക്കെ ആദ്യം എപ്പോഴെപ്പോഴും വീഴും, പിന്നെ അവരുടെ പതുക്കെ അവരുടെ കോർഡിനേഷൻ ശരിയാകും, ആ ബോഡിയുടെ കോർഡിനേഷനും എല്ലാം ശരിയാകും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ പറഞ്ഞത്. ഇത് തന്നെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ വളരെ മെയിൻ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓരോന്നും ഇതാണ്. ഓരോന്നിന്റെ എക്സാമ്പിൾ വായിക്കുമ്പോൾ എക്സാമ്പിൾ ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരും. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു, കാരണം എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ലായിരുന്നു എവിടെ ആയി എന്നുള്ളത്. ആൻഡ് താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ. എനിക്ക് എവിടെ വരെ എടുത്തു എന്നുള്ളത് എല്ലാ ക്ലാസ്സിലും വരുമ്പോൾ പറഞ്ഞ് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഇതില് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതും ഒന്ന് മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾക്ക് ചുമ്മാ ഭക്ഷണം കഴിച്ചൊരു ചെയറിൽ മാത്രം ഇരുന്നാൽ നമ്മൾക്ക് ആരോഗ്യം കിട്ടുമോ? ഇല്ല. നമ്മുടെ ബോഡി മൂവ് ചെയ്യണം. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത്, ഫിസിക്കലി ഫിറ്റ് ആണ് ഒരാളെന്ന് പറയുന്നത് അയാളുടെ ഹെൽത്ത് റിലേറ്റഡുമാണ്, മൂവ്മെന്റ് റിലേറ്റഡ്, മോട്ടോർ റിലേറ്റഡുമാണ്. ആ ഒരു പോയിന്റ് അവിടെ ഇല്ല, ഞാനത് പറഞ്ഞത്. ഇനി നമുക്ക് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആരാ വായിക്കാന്ന് പറഞ്ഞത്? ആ 3 ക്ലാസിഫിക്കേഷനും വായിച്ചിട്ട് അതിനകത്ത് HRPF ഇല്ലേ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതും കൂടെ വായിക്കും. ആരോ എന്നോട് ആ 2 പേര് ഒരുമിച്ച് വായിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം? നിധി തന്നെയായിരുന്നു അത്. രാജിയുടെ കൂടെ വേറൊരാളുടെ ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് ഇത് ആരാന്ന് ഞാൻ കണ്ടില്ല. അതെ മാം, വായിക്കട്ടെ. വായിക്കൂ പ്ലീസ്. Types of physical fitness. Physical fitness can be categorized into 3. First one, they are health related physical fitness. Second, skill related physical fitness. 3, cosmetic fitness. Health related physical fitness, it is the power of capacity to live a full and efficient life that one is capable of being. Skill related physical fitness. വായിക്കണോ? എന്നാ വായിച്ചു. Yes, please. Skill related physical fitness. These consist of those contents of physical fitness that have a relationship with enhanced performance in sports and motor skills. The elements are commonly defined as speed, agility, and coordination. Cosmetic fitness. The term refers to the capacity to create beautiful physical fitness parameters. Okay, fine. So, ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്, 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഹെൽത്ത് റിലേറ്റഡും മോട്ടോർ റിലേറ്റഡും. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അവിടെ മോട്ടോർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ബോഡി മൂവ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഇത് 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. That is health related physical fitness. നമ്മൾ ആദ്യം പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, HRPF. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അതായത് ഒരാളുടെ പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി, ഒരു ഫുൾ എഫിഷ്യന്റ് ക്വാളിറ്റി ഉള്ള ലൈഫ് ജീവിക്കാനായിട്ട് പറ്റുന്നത്, അതാണ് HRPF എന്ന് പറയുന്നത്. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണം? എഫിഷ്യന്റ് ലൈഫ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ബിഹേവിയർ, ഫുഡ് എക്സസൈസസ്, ഫിസിക്കൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കണം. ന്യൂട്രീഷൻ. അതെ, നമ്മളുടെ ഡയറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ നമ്മൾ ഏജ് ആകും തോറും നമ്മൾക്ക് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെ. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ ഫൈബർ റിച്ച്, ഇപ്പൊ എന്റെയൊക്കെ ഒരു ഏജിൽ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാനാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈബർ റിച്ച് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണം. കാരണം ഡൈജഷൻ പ്രോപ്പറായി നടന്നില്ലെങ്കിൽ നമുക്ക് ഒരുതരം സഫോക്കേഷൻ, ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ ഡൈജഷൻ നടന്നില്ലെങ്കിൽ. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആണെങ്കിൽ, നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പൊ ബവൽ മൂവ്മെന്റ്സ് പ്രോപ്പർ അല്ല, ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നും. അതായത് പുറത്തു പോയി ഒരു ഭക്ഷണം കഴിക്കാനോ പുറത്തു പോകുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്നുള്ള ടെൻഡൻസി കൂടുതലായിട്ട് ഫീൽ ചെയ്യുമോ ഒക്കെ തന്നെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഡിഗ്രിക്ക്. അപ്പോൾ ഈ കുട്ടി ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോയി. അങ്ങനെ അതിന് ബാങ്കിൽ ജോലി കിട്ടി, പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോലി കിട്ടി. അന്ന് SBTയിലാണ് ജോലി കിട്ടിയത്. SBT ഇല്ല, SBI ആയിട്ട് മേർജ് ചെയ്തല്ലോ.
SBT കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ബാങ്ക് മാനേജറായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോ പ്രൊമോഷനൊക്കെ ആയിട്ട് ബാങ്ക് മാനേജറായി. അത് കഴിയുമ്പോഴാണ് ഈ SBIയുമായിട്ട് മേർജ് ആവുന്നത്. അപ്പൊ മേർജ് ആവുമ്പോൾ SBTയിൽ ഉണ്ടായിരുന്ന ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ ട്രാൻസ്ഫർ വരും. ഈ കുട്ടി ചെയ്തതെന്താന്ന് വെച്ചാൽ റിസൈൻ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തിനാ റിസൈൻ ചെയ്ത? കാരണം നല്ല ജോലിയാണല്ലോ, മീൻസ് ജോബ് നല്ലതാണ്, സാലറിയും ഉണ്ട്, അങ്ങനെ. അപ്പൊ അത് ഈ ജോലി ഉണ്ടായിരുന്നത് അതിന്റെ വീടിനടുത്ത് ഒക്കെ ആയിട്ടാണ് കേട്ടോ. കൂടി വന്നാല് കൊല്ലം, ട്രിവാൻഡ്രം അങ്ങനെയുള്ള ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് മാനേജബിൾ ആയിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ കുട്ടിക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെന്ന്. ബവൽ മൂവ്മെന്റ്സ് ശരിയല്ല. ഒരു മുളകിന്റെ ഒരു അരി ഭക്ഷണത്തിൽ കിടന്നാൽ തന്നെ ഇതിന് ഭയങ്കര അസ്വസ്ഥതയാണ് അതകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പേരിനൊരു പച്ചമുളക് ഇട്ടിട്ട് ഭക്ഷണം കുക്കാവുന്ന സമയത്ത് അതെടുത്തങ്ങ് മാറ്റും. അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അതിന് സ്പൈസി ഫുഡായിരുന്നു ഭയങ്കര ഇഷ്ടം. ബിരിയാണി, പ്രോണിന്റെ അങ്ങനത്തെ ഭക്ഷണമൊക്കെ ആയിരുന്നു, ഭയങ്കര എരിവുള്ള ഭക്ഷണമൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബൗൾ മൂവ്മെന്റ്സ് ശരിയാകാതെ, മെറ്റബോളിസം ശരിയാകാതെ, ഡൈജഷൻ പ്രോപ്പർ ആവുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഫുഡൊന്നും ഇതിനെ ഫോളോ എടുക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പേടിയാ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ പോസ്റ്റിലാണല്ലോ, ആൾക്ക് ക്യാബിനിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഭക്ഷണം കഴിച്ചു എന്തോ ഡെയിലി എരി കൂട്ടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്തോ കേട്ടില്ല. അന്നേരം ഡെയിലി എരി കൂട്ടാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? അതെ അതെ അതെ, അതിന് എരിവ് കഴിക്കാനേ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ടതായിട്ട് വരും. കാരണം ഇതിങ്ങനെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. പക്ഷെ ലൈഫ് ത്രെട്ടനിങ് അല്ല. പക്ഷെ ഇതുപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്. അങ്ങനെ അതുകൊണ്ടാണ് അത് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ, ഇതിന്റെ ഓഫീസിലായിരുന്നപ്പോ ഇത് കംഫർട്ടബിൾ ആയിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടായാലൊന്ന് പേടിച്ചിട്ടാണ് ആ കുട്ടി റിസൈൻ ചെയ്തത്. അപ്പൊ അതിങ്ങനെ പറയുമായിരുന്നു. ആ ഒരു ചില സമയത്ത് വിഷമത്തോടെ പറയും, എന്തൊക്കെ ഭക്ഷണം എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് ബിരിയാണി ആയിരുന്നു ഏറ്റവും ഇഷ്ടം, ഇപ്പൊ എനിക്കത് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമം പറയുമായിരുന്നു. കഴിക്കുവാണെങ്കിൽ തന്നെ ചപ്പാത്തി, എന്തെങ്കിലും കുറുമ, പുറത്ത് പോയി ഒരുമിച്ചൊക്കെ കാണുമ്പോഴേ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം മാത്രമേ ആ കുട്ടി കഴിക്കുള്ളൂ, എരിവധികം ഇല്ലാത്തത്, അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് നമ്മുടെ മെറ്റബോളിസം, ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റ് ആകണം. ഒരാൾ ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു എഫിഷ്യന്റ് ലൈഫ്, നമുക്ക് ക്വാളിറ്റി ഉള്ള ലൈഫ് ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം അല്ലെ? ആ ഒരു പവർ കപ്പാസിറ്റി, അതിനെയാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ ചെറുപ്പം തുടങ്ങിയുള്ള നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസസ്, ഇതെല്ലാമാണ് HRPFനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇൻടേക്ക്, അതെല്ലാം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും. നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്, നിങ്ങൾ മെസ്സേജ് ബോക്സ് കൂടെ നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് SRPF, നമ്മളിപ്പോ HRPF ആണേ പറഞ്ഞേ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, ക്വാളിറ്റി ഉള്ള ലൈഫ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈഫ്, നമുക്ക് ജീവിക്കാനുള്ള പവർ ഓർ കപ്പാസിറ്റി. അത് ചുമ്മാ കിട്ടില്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അങ്ങനെ ക്വാളിറ്റി ഉള്ള ലൈഫ്, HRPF എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾക്ക് ഓരോ ആളുകൾക്കും ഓരോ സ്കിൽ ആയിരിക്കും അല്ലെ? ഇപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മോട്ടോർ സ്കിൽസ് ആയിരുന്നു ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് സ്പോർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിലർ ഡാൻസ് ആയിരിക്കും അവരുടെ സ്കില്ല്. ആ സ്കില്ല് എന്താണോ അതിനെ നല്ല രീതിയിൽ ഉള്ള പെർഫോമൻസ് ആക്കി ഓരോ തവണയും ചെയ്യാനായിട്ട് പറ്റും. അതാണ് SRPF എന്ന് പറയുന്നത്. ഇത് സ്പീഡ്, എജിലിറ്റി, അതുപോലെ തന്നെ കോർഡിനേഷൻ, ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്, ഹോക്കി കളിക്കുന്നത്, ഖോഖോ കളിക്കുന്നത്, അങ്ങനെ കുറെ സ്പോർട്സ് റിലേറ്റഡും അങ്ങനെയുള്ള മോട്ടോ സ്കിൽസ് വരുന്ന, ബോഡിയുടെ മൂവ്മെന്റ് വരുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഡാൻസ്, സൂംബ, എയറോബിക്സ്, അങ്ങനത്തെ പല പല കാര്യങ്ങളും. ഇതെല്ലാം നമുക്ക് എൻഹാൻസ്ഡ് പെർഫോമൻസ്, ഒരേ രീതിയിൽ തന്നെ എന്നല്ല, ഒരു ആവറേജ് എന്നുള്ള രീതിയിലല്ല, അതിന്റെ ഒരു എൻഹാൻസ്ഡ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് SRPF എന്ന് പറയുന്നത്, നമ്മുടെ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ്, കോസ്മെറ്റിക് ഫിറ്റ്നസ്. ദിവസം എത്ര പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും? എത്ര പ്രാവശ്യം സെൽഫി എടുക്കും? സോ
നമ്മൾ ഇതൊക്കെ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസും നോക്കുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ഔട്ടർ അപ്പിയറൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലേ. നമ്മള് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഒരുങ്ങിയൊക്കെ പോകും. എല്ലാവരും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണ്. കുട്ടികൾ ഒരുങ്ങുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ചേരുന്ന ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അമിതമാകുമ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല. നമ്മൾക്ക് ചേരുന്ന രീതിയിൽ എന്താ മേക്കപ്സ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം നമുക്കിപ്പോ ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തിരക്കിട്ടില്ല. ടീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ. അപ്പൊ അത് നമ്മൾക്ക് എന്താണോ നമുക്ക് ചേരുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് കൂടുതൽ അട്രാക്റ്റീവ്. സൺസ്ക്രീൻ യൂസ്, അതെ, വെയിലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ടാൻ അടിക്കും, സൺ ടാൻ വരും. ഓക്കെ, അപ്പൊ വെയിലത്ത് പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഓക്കെ, പിന്നെ കൂടുതൽ സമയം AC യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറയും, നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഒരു ടൈറ്റ് ആവുന്ന പോലെ ആയി പോകും. കോസ്മെറ്റിക് ഫിറ്റ്നസ് അത് നോക്കാം. പിന്നെ നമ്മുടെ കാലുകള് കൈകള് ഒക്കെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക. അപ്പം അങ്ങനെ നല്ലപോലെ നഖമൊക്കെ വെട്ടി നെയിൽ പോളിഷ് ഇടുന്ന അതൊക്കെ ഒരു ഭംഗിയാണെങ്കിൽ അതൊക്കെ അതൊന്നും ഒരു തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് ആയിട്ട് വരുന്നത്. അല്ലാതെ നമുക്ക് നല്ല പവർ ഉണ്ട്, നമ്മൾ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുന്നു, അതിനൊപ്പം നമ്മളുടെ ഇന്നർ ബ്യൂട്ടിയും ഔട്ടർ ബ്യൂട്ടിയും ഇന്നർ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ മനസ്സിന്റെ ആ ഒരു നില. ഓക്കെ, അതും ഔട്ടർ ബ്യൂട്ടിയും നമ്മൾ കീപ്പ് ചെയ്യുന്നു, കെയർ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് കോസ്മെറ്റിക്. ഇതെല്ലാം വരുന്നത് HRPF, SRPF, CF. എപ്പോഴും ചെയറിൽ അല്ലെങ്കിൽ സിറ്റിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന് അവിടെ കിടന്നുറങ്ങും. ഈ പറയുന്ന ഒന്നും നമുക്ക് കിട്ടില്ലേ. നമ്മുടെ ബോഡി മൂവ് ചെയ്യണം, നമ്മള് കുളിച്ച് നല്ല നീറ്റായിട്ട് നമ്മൾ ഡ്രസ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മൾ പോവുകയും വേണം. ഓക്കെ ഓക്കെ, ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് ഫോളോ ചെയ്യാം, അതാണ് നെക്സ്റ്റ് താഴെ പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഫോർ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ്. ഇതാരാന്ന് വായിക്കുക? ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ചാപ്റ്ററിൽ. Walking can develop the physical fitness contents like body composition, cardiovascular fitness, etc. Running can be developed physical fitness contents like muscular quantity, continuity, agility, speed, etc. Weight training can develop the physical fitness contents like muscular continuity, strength, etc. Stretching can grow the physical fitness components like body composition, flexibility, etc. നമ്മളിപ്പോ HRPF, SRPF, CF പറഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങള് ഇത് നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടും അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കൊരു സെക്കൻഡ് ഒന്ന് തരൂ. ഓക്കെ, താങ്ക് യു. ഒരു കൊറിയറുകാരൻ വന്നായി OTP പറഞ്ഞു കൊടുക്കാനായിരുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് പല ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഏജ്, നമ്മുടെ ഹെൽത്ത്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരു 60+ ഒക്കെ ഉള്ളവര് എല്ലാവർക്കും പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് വാക്കിംഗ് അല്ലെ. അതിപ്പോ വീട്ടിലെ സ്ഥലം ഉണ്ടെങ്കിൽ വീട്ടിൽ നടക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വീടിന് മുന്നിലുള്ള അധികം തിരക്കില്ലാത്ത റോഡാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ ജിമ്മിൽ പോകുന്നവരുണ്ടാവും, അവരതിനനുസരിച്ചുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് അവിടെ ചെയ്യും. ഓക്കെ, റണ്ണിങ്, ചിലര് മോർണിംഗും ഈവനിങ്ങും അങ്ങനെ ഓടുന്നവരുണ്ടാകാം. എന്നിട്ട് മാരത്തോൺ പോലുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ടാകും. പിന്നെ വെയിറ്റ് ട്രെയിനിങ്, അങ്ങനെ ആ ഒരു മസിൽസ് നല്ല സ്ട്രോങ് ആകാൻ വേണ്ടി വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നവരുണ്ട്.
പിന്നെ സ്ട്രെച്ചിങ്. പിന്നെ ഇങ്ങനെ ക്ലാസ്സിലേക്ക് പറഞ്ഞപ്പോ പലരും പറയുണ്ടായി കിച്ചണിൽ രാവിലെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പല സ്ട്രെച്ചിങ് എക്സസൈസസ്, വാം അപ്പ് എക്സസൈസസ്, ചില ബോഡി മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കിച്ചണിൽ നിന്നുകൊണ്ട് ചെയ്യാറുണ്ട് എന്നിങ്ങനെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും അങ്ങനെ ചെയ്യണവരാണ്? മാം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തിട്ട് 10 കിലോ വരെ കുറച്ചു. വാക്കിങ്ങും സ്ട്രെച്ചിങ്ങും ഓക്കെ, വെരി ഗുഡ്. മോർണിംഗ് വാക്കൊക്കെ ചെയ്തിട്ട് ഡയറ്റിങ്ങും. ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുവാണോ? അതെ ചെയ്യുവാണ്. രാവിലെ റാഗിയുടെ ഫുഡും വൈകുന്നേരം ഗോതമ്പ്, ഒരു നേരം അരിഭക്ഷണം കഴിക്കുള്ളൂ. പിന്നെ നടത്തവും സൂംബ ഡാൻസും എല്ലാം ഉണ്ട്. നോക്കിക്കൊള്ളാം. ഒരു ദിവസം സൂംബ ഡാൻസ് ഞങ്ങളെയും കൂടി ഒന്ന് പഠിപ്പിക്കും. ട്രൈ ചെയ്യാമേ. ഓക്കെ, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടം സൂംബ ഡാൻസ്. പക്ഷെ ബോഡി അങ്ങനെ അങ്ങോട്ട് വഴങ്ങുന്നില്ല, എന്താണോ എന്തോ. ഇനി വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നമുക്ക് ചെറിയ രീതിയിലുള്ള യോഗയുടെ സ്റ്റെപ്സ് അറിയാവുന്നവർക്ക് അത് ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വാമപ്പ് എക്സസൈസുകൾ എന്തെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു പ്രൈവസിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വാമപ്പ് എക്സസൈസ് അറിയാവുന്നവർക്ക് അതും ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഹെൽത്തി ടിപ്സ് ഷെയർ ചെയ്യാം. ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്ക് അറിയാമോ, അത് ഷെയർ ചെയ്യാം. ഇപ്പോ വെയിറ്റ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഹെൽത്തി റെസിപ്പീസോ അല്ലെങ്കിൽ സ്കിൻ കുറച്ച് ഗ്ലോ ചെയ്യാനുള്ള ഹെൽത്തി റെസിപ്പീസ് അറിയാമോ, അതൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും സുന്ദരികളാവട്ടെ, ഒരാൾ മാത്രമാവണ്ടല്ലോ. ഓക്കെ, സോ പിന്നെ സ്വിമ്മിങ് നല്ലൊരു ഇതാണല്ലേ. സൂംബ അറിയാത്ത എയറോബിക്സ് ചെയ്യും. യെസ് ചെയ്യാം. എയറോബിക്സ് അറിയാവുന്നവർ അതും നമുക്ക് ഷെയർ ചെയ്യൂ. ഈസി ആയിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കും. ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് വളരാം ഒരുമിച്ച്. ഓക്കെ, ഫൈൻ. പിന്നെ സ്വിമ്മിങ് നല്ലൊരു എക്സസൈസ് ആണല്ലേ. പക്ഷെ സ്വിമ്മിങ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും പോസിബിൾ ആകാറില്ല. വീട്ടിൽ അങ്ങനെ നമുക്ക് സ്വിമ്മിംഗ് പൂള് അങ്ങനെ സാധ്യമല്ലല്ലോ. പിന്നെ ചിലപ്പോ വെക്കേഷൻ സമയത്തൊക്കെ ചിലയിടത്ത് ട്രെയിനിങ് എന്നൊക്കെ പറയും. കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ്. വീടിന്റെ മുന്നിൽ പുഴ ഉണ്ടായാൽ മതി സ്വിമ്മിംഗ് പഠിച്ചു. അത് മതിയോ? ഉണ്ടോ പുഴ ഉണ്ടോ രശ്മിയുടെ വീടിന്റെ മുന്നില്? വീടിന്റെ മുന്നിൽ പുഴയാണ്, നമുക്കറിയാം. ചെറുപ്പം തുടങ്ങി നീന്തി നല്ല തഴപ്പവും പഴക്കവും അവിടെ തന്നെ, ചെറുതു മുതലേ അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ്. ശരിക്കും സ്വിമ്മിങ് ചെയ്തത് ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു എക്സസൈസ് ആണെന്ന് പറയും. പിന്നെ നമ്മുടെ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു എക്സസൈസ് ആണ് സ്വിമ്മിങ് എന്നൊക്കെ പറയും. രശ്മിനെ കണ്ടതിന് ശേഷം നമുക്കത് കൺഫേം ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ സമയത്ത് അങ്ങനെ നമ്മളെ പറ്റി അത്ര ശ്രദ്ധയൊന്നും ഉണ്ടാവില്ലല്ലോ. ഡേ 7th പഠിക്കുന്ന സമയം വരെ നമ്മള് പുഴയിൽ പോയിട്ട് തന്നെയാണ് കുളിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സ്വിമ്മിങ് പഠിച്ചു. പിന്നെ ഈ പ്രദേശത്തുള്ളവരൊക്കെ അധികം പേര് പഠിച്ചിട്ടുണ്ടാവും. കാരണം ഈ പുഴയുടെ അടുത്തുള്ള ആൾക്കാരെല്ലാം അവിടെ വരും. കണ്ണവം പുഴ. സൗണ്ട് കുറവാ മിസ്, തണുപ്പ് പിടിച്ചിട്ട് അത് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, അതേത് സ്ഥലത്താ? ഏത് കണ്ണൂര് കണ്ണവം. അപ്പം ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമ്മളിപ്പോ 2-3 ദിവസം മാറി താമസിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നതാ. വെള്ളം കയറും. ശരി, അതാണ് ഒരു പ്രശ്നം അല്ലേ. ഒരു പ്രശ്നം. പുഴയുടെ സൈഡിലുള്ള കൃഷിയൊക്കെ നശിക്കും ചിലപ്പോ വെള്ളം അധികം വീടിന്റെ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ വർഷമാണ് വീടിന്റെ ഒരു നില മൊത്തം വെള്ളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു നില മൊത്തം വീണു. നെക്സ്റ്റ് നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് എന്താന്നൊരു കണക്ഷൻ കിട്ടിയല്ലോ. സോ നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത് ലേക്ക് എത്താൻ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്ന്. എനിക്ക് ഹെൽത്ത്, നല്ല ഹെൽത്ത് വേണം, ഹെൽത്തി ആയിരിക്കണം, ഞാൻ ലൈഫ് ലോങ് ഒരു ക്വാളിറ്റിയുള്ള ലൈഫ് എനിക്ക് വേണം. സോ അതിലേക്കുള്ള മാർഗം ഹൈജീൻ ആണ്. ആ മീൻസ് ബേസ് എന്താണോ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് അതിലേക്കുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. ഓക്കെ, ഇല്ല കുഴപ്പമില്ല, വായിച്ചു. ആ കറക്ഷൻ ഒരു കാര്യത്തിലുണ്ട്, അത് ഞാൻ അത് എത്തുമ്പോൾ പറയാം.
പ്ലീസ് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കണേ. വായിക്കട്ടെ? Health is a necessary condition for the development of the child. All types of development of child: physical, social, cognitive, affective, psychomotor, language, etc. are affected by his health. അതെന്താ മാം? അരിസ്റ്റോട്ടിലാണോ? Aristotle maximum sound mind in a sound body is a completely accepted idea. നെക്സ്റ്റ് പാരഗ്രാഫ് കൂടെ വായിക്കാമോ? Health can be defined as one of two sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health and education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goddess of health, and it means health. The knowledge on health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. ചില ഭാഗങ്ങളിൽ നമുക്ക് ഈ കുത്തും കോമയും ഒക്കെ വേണമായിരുന്നു. അതാണ് നമുക്കത് വായിച്ചിട്ടൊന്നും കറക്റ്റ് ഒരു ഓർഡർ ആയിട്ട് തോന്നാത്തത്. ഓക്കെ, ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ ലെസണിൽ നല്ലപോലെ ഹെൽത്ത് എന്താണ്, നമ്മള് മനസ്സും ശരീരവും നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം, അത് ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും ഈ വളർച്ച നിൽക്കും. തടി വെക്കുന്നത് വളർച്ചയായിട്ട് കണക്കാക്കണ്ട, അത് വേറെ വല്ല ഫാക്ടേഴ്സും കൊണ്ടാണ്. അതേസമയം നമ്മളുടെ ബാക്കി ഓരോ കാര്യങ്ങളുടെയും ആ ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാണ്. പക്ഷെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനുഷ്യര് മരിക്കുന്നവരെ നമുക്ക് നമ്മളുടെ മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുവാണല്ലോ, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ആ രീതിയിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ്, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ആ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഹെൽത്ത് വളരെ നെസസറി ആണ്. പോഷകമുള്ള ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അല്ലെ. നമ്മൾ കുഞ്ഞിന്റെ ഓരോ ഏജിലും നമുക്കറിയാം എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് എല്ലാ ഭക്ഷണവും പ്രൊവൈഡ് ചെയ്താണ് ഒരു കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റും ആ കുഞ്ഞിന് നടക്കുന്നു. ഫിസിക്കൽ, ശാരീരികമായ വളർച്ച, സാമൂഹികം, സാമൂഹ്യപരമായിട്ട് കുട്ടി ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നു, ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ചെയ്യുക, ഒരാളുടെ മുന്നിൽ വെച്ച് പാട്ട് പാടുന്നതൊക്കെ സോഷ്യൽ ഹെൽത്തിന്റെ ഭാഗമാണ് അല്ലെ. പിന്നെ കോഗ്നിറ്റീവ്, അവരുടെ ബുദ്ധിപരമായ ഇന്റലക്ച്വൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നു. പിന്നെ സൈക്കോമോട്ടർ, അഫക്റ്റീവ് സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ രണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ, സൈക്കോ എന്ന് പറഞ്ഞാൽ മെന്റൽ റിലേറ്റഡ്, മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ് അല്ലെ, മൂവ്മെന്റ് റിലേറ്റഡ്, അതാണ് സൈക്കോ മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ടുള്ളതും നമ്മുടെ മൂവ്മെന്റ് റിലേറ്റഡുമായിട്ടുള്ള എല്ലാം ഡെവലപ്പ് ചെയ്യുക. കുഞ്ഞ് ആദ്യമേ തന്നെ നടക്കാൻ തുടങ്ങണില്ലല്ലോ അല്ലെ. കുറെ കഴിയുമ്പോൾ കമിഴുന്നു, പിന്നെ എഴയുന്നു, പിന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, പിന്നെ നടക്കുന്നു, വീഴുന്നു, വീണ്ടും നടക്കുന്നു, വീഴുന്നു, സ്റ്റെപ്പ് കയറുന്നു, ഓടുന്നു. അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓരോന്നിനും വ്യത്യാസം വരുവാണ്. ജനിച്ച ഉടനെ തന്നെ അമ്മയെ അച്ഛനൊന്നും വിളിക്കുന്നില്ലല്ലോ അല്ലെ. കുറെ കഴിയുമ്പോഴാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഏരിയയിലും ഡെവലപ്മെന്റ് കുഞ്ഞിന് വേണമെങ്കിൽ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഉണ്ടായിരിക്കണം. അനീമിക് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ എപ്പോഴും അസുഖങ്ങൾ വരുന്നു, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നു. അവരിങ്ങനെ സ്ലീപ്പി ആയിട്ടിരിക്കൂല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ
ഒരു മടി പോലെ, അലസത പോലെ, ഒരിടത്തിരുത്തി അവിടെ തന്നെ ഇരിക്കുക, അനങ്ങേയില്ല, അങ്ങനെ പറയില്ലേ ചില കുട്ടികളെ കുറിച്ച്. സ്കൂൾ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ചില കുട്ടികൾ അങ്ങനെ, അവരെന്ത് ചോദിച്ചാലും പറയില്ല, എഴുതില്ല, അങ്ങനെയൊക്കെ കാണാം. അങ്ങനെയുള്ള കുട്ടികളെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് സമയത്ത് കിട്ടാത്തതിന്റെ ഉള്ള അങ്ങനത്തെ പ്രോബ്ലംസ് കൊണ്ട് വരുന്നതാണ്. പിന്നെ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ് അദ്ദേഹം ഒരു പോളിമാത്ത് ആണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏരിയയില് അദ്ദേഹത്തിന് വളരെയധികം നോളജ് ഉണ്ട്, ഗ്രേറ്റ് നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഫിലോസഫർ, അദ്ദേഹത്തിന് ഒരു മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ പ്രിൻസിപ്പിൾ, തിയറി എന്നൊക്കെ പറയില്ലേ, എഴുതപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ചില തത്വങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അതാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതൊരു കംപ്ലീറ്റ്ലി ആക്സെപ്റ്റഡ് ഡേറ്റയാണ്. ഇത് ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുള്ളൂ. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിലുണ്ടാകും എന്ന് പറയുന്ന പോലെ. അപ്പൊ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് അദ്ദേഹം പറഞ്ഞതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. അതെല്ലാരും ആക്സെപ്റ്റ് ചെയ്യുന്നൊരു ഡേറ്റയാണ്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫില്, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ നമുക്ക് എടുക്കാട്ടോ, സമയമായതുകൊണ്ട് നെക്സ്റ്റ് പാരഗ്രാഫില് ഒരു ഗ്രീക്ക് ഗോഡസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പേരൊന്നും അതിനകത്ത് പറയുന്നില്ല. ഹൈജീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് ഗോഡസിന്റെ പേരിൽ നിന്നാണ്. അതായത് ഗോഡസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹീലിംഗ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാലോ ഈ ഗ്രീക്ക് പുരാണങ്ങളിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്, അവരുടെ പേര് വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗോഡസിന്റെ പേര് ഹൈജീയ എന്നായിരുന്നു. HYGIEA അതാണ് അവരുടെ പേര്. അവര് ഗോഡസ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഉണക്കുക, മുറിവ് ഉണക്കുക എന്നുള്ളൊരു മീനിങ് ആണല്ലോ. ഹീലിംഗ് അതുപോലെ തന്നെ ഹെൽത്ത്, അതിന്റെ ഗോഡസ് ആയിരുന്നു. ഇവര് ഗോഡ് ഓഫ് മെഡിസിൻ ആളുടെ ഡോട്ടർ ആയിരുന്നു. അക്ലോപ്പിയസോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, ഗോഡ് ഓഫ് മെഡിസിൻ അതിന്റെ പേര്, ക്ലിപ്പിസോ അങ്ങനെ തോന്നുന്നു. എന്താ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല കേട്ടോ, ആളുകളുടെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ ഞാൻ വളരെ പുറകിലാണ്. അപ്പം ഈ ഹൈജിയ എന്നാണ് അവരുടെ പേര്. അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് നമുക്കിങ്ങനെ 1 or 2 സെന്റൻസിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ എന്താ പറയാ, എക്സ്പേർട്സ് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് അവയർനെസിന്റെ കാര്യം വരുന്നത്. നമുക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുന്നത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിരിക്കണം, അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ്സ്, നമ്മളുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണ്, നമ്മുടെ മനസ്സിനെ എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണം, ഇതെല്ലാമാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്ന അവയർനെസ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടി സ്കൂളിൽ പോവുകയാണല്ലേ, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന അത് സ്കൂളിലായിരിക്കും. വീട്ടിൽ കുറച്ച് സമയമല്ലേ കുട്ടി, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും, കളിക്കാൻ പോകും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ഇത്രയേ ഉള്ളൂ. മോർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അങ്ങനെ നോക്കുമ്പോൾ ആക്റ്റീവായിട്ട്. അപ്പൊ സ്കൂളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ഇതിനുള്ള അവയർനെസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷന് അക്കാദമിക്സ് സ്കൂളില് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതില് ഹെൽത്ത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. ഹൈജീൻ തന്നെ ഹെൽത്ത് കിട്ടണമെങ്കിൽ ഹൈജീനിലൂടെ നമ്മൾ ആ ഒരു ലൈഫ് ഹാബിറ്റ്സ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ഹൈജീൻ എന്നുള്ള വേർഡ് ഹൈജിയ എന്നുള്ള ഒരു ഗ്രീക്ക് ഗോഡസ് അവരുടെ പേരിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതിന്റെ മീനിങ് ഹീലിംഗ്, ഗോഡസ് ഓഫ് ഹീലിംഗ് ആൻഡ് ഹെൽത്ത്, അങ്ങനെയാണ് മീനിങ് വരുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇപ്പൊ എനിക്ക് ഹെൽത്തി ആയിരിക്കാനുള്ള എല്ലാ അവയർനെസ്സും ഉണ്ട്. ബട്ട് ഞാനത് ഫോളോ ചെയ്താലല്ലേ എനിക്ക് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അവയർനെസ് ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആകുന്നില്ല. നമ്മൾ ആ അവയർനെസ്സിനോടൊപ്പം തന്നെ നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ്, അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടുന്നുള്ളൂ അല്ലെ. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് നോളജ് ഉണ്ട്, പക്ഷെ നോളജ് നമ്മൾ ഷെയർ ചെയ്യുന്നു മറ്റുള്ളവരോട്. നമ്മളത് അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എഡ്യൂക്കേഷൻ പൂർത്തിയാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും അവയർനെസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. വാട്ട് വി നോസ് എന്നല്ല, നമ്മൾ അറിയുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്, വാട്ട് വി ഡു, ആ അറിവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? നെക്സ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് 2. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല? യെസ്.
അത് നമുക്ക് വേണ്ടി ചെയ്യാം. സൈനായിട്ടൊക്കെ അതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അതൊക്കെ യൂസ് ചെയ്യണം. വായനാ ദിനമൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യായിരുന്നല്ലോ. ആ ഒരു ഡേയുടെ പ്രത്യേകത, ക്ലാസ് എടുക്കുന്ന എന്തെങ്കിലും പ്രത്യേകതയുള്ള ഡേ ആണെങ്കിൽ ജസ്റ്റ് കളക്ട് എനിത്തിങ് റിഗാർഡിംഗ് ദാറ്റ് ഡേ. ആ ഡേയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ മാം, ഞാൻ സൈൻ ഔട്ട് ചെയ്യാം. ഞാൻ പ്രിപ്പയർഡ് അല്ല, ജസ്റ്റ് സ്റ്റോറി പറയാം. Once upon a time, there lived a lion and a mouse. One day, lion was sleeping. The mouse started playing on it. Lion woke up. He caught the mouse and was going to kill. The mouse requested for forgiveness. The lion let him go. After some days, lion caught in a net. Mouse started chewing the ropes. Soon the lion was free. He thanked to the mouse. Moral of the story is, small acts of kindness will be rewards greatly. Okay, very good. Thank you, ma'am. നിങ്ങൾക്ക് വോയിസ് മോഡുലേഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊച്ചു കുട്ടികൾക്ക് പറയുന്ന പോലെയൊക്കെ പ്രസന്റ് ചെയ്യാട്ടോ ഇതുപോലെ സ്റ്റോറി. വേറെ ഒന്നുമല്ല, നമുക്കതൊരു പ്രാക്ടീസ് ആണല്ലോ. സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു മടിയൊന്നും തോന്നില്ല. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം അതിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ഷൻ സോങ്ങും അതുപോലെ തന്നെ സ്റ്റോറിയൊക്കെ അതുപോലെ കുട്ടികൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു പ്രാക്ടീസ് കിട്ടും ഇവിടുന്ന്. ഓക്കെ, മാം, ഇത് വേറൊരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർഡ് ചെയ്ത് വെച്ചതായിരുന്നു. സൗണ്ട് ഇല്ല, എന്നാൽ ഇത് ആരും അവതരിപ്പിക്കുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഇതിൽ പറഞ്ഞതാണ്. രശ്മിന് അത് ഹോൾ ക്ലാസ്സിന് വേണ്ടിയാ ചെയ്തത്. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ആരും ഇല്ലല്ലോ ഔട്ട് ഓഫ് 3 എന്ന് കണ്ടപ്പോ ഇന്റർവെയിൻ ചെയ്തത്. ഇറ്റ്സ് വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.